വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിച്ചത് കൊല്ലണം എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. പ്രകോപനമുണ്ടാക്കിയത് കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധുവായ പാൽരാജാണെന്നും പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നുണ്ട്. കുടുംബത്തിന് സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ 24-നോട് പറഞ്ഞു. അതേസമയം കള്ളക്കേസ് എന്നാണ് പാൽരാജിന്റെ കുടുംബത്തിന്റെ ആരോപണം. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി തേടി കോൺഗ്രസ് സ്ത്രീജ്വാല എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അനാവശ്യമായി പ്രകോപനമുണ്ടാക്കി പാൽരാജ് പെൺകുട്ടിയുടെ പിതാവിനെ ആക്രമിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണം. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. എന്നാൽ പോലീസിനെതിരെ പാൽരാജിന്റെ കുടുംബം രംഗത്തെത്തി. കുടുംബക്കാർ ഞങ്ങളെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളെ അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ടും ആരും വന്ന് ചോദിച്ചിട്ടില്ല. അർജുനെ വിടുതല ചെയ്തെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഞങ്ങൾ ഓരോരുത്തരും പേടിച്ച് നടക്കുന്ന. എൻ്റെ കെട്ടിവനെ ആരെയും അടിച്ചിട്ടുമില്ല, ആരെയും അടിക്കാൻ പോകുന്ന ആളുമല്ല. പ്രതിയാരും സംരക്ഷിക്കില്ല. പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പമാണ് സർക്കാർ. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ 24-നോട് പറഞ്ഞു. ഒരു ഹീനകൃത്യം നടത്തിയതിനു ശേഷവും വീണ്ടും ഈ രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തികച്ചും ക്രിമിനൽ സ്വഭാവമാണ്. അതിനെതിരെ കർശനമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളും. പോലീസിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് വീഴ്ചയെന്ന് പറയാൻ പറ്റില്ല. ആളുകൾ ടൗണിൽ വരുന്നു പോകുന്നു, അതിനിടയിൽ ഇവർ കരുതിക്കൂട്ടി വന്ന് ചെയ്തതാണ് ഈ സംഭവം എന്നുള്ളത് ഉറപ്പാണ്. പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി VN വാസവൻ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന കുട്ടിയുടെ പിതാവിന് മികച്ച ചികിത്സ ഉറപ്പാക്കും. അത് ഏതാണ് പോലീസ് അതിന്റെ കൃത്യമായി പരിശോധിച്ചതിന്റെ മെറിറ്റടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് അങ്ങേയറ്റം അപലനീയമായ ഒരു സംഭവമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രതികൾ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. അവരെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരും. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് സ്ത്രീജ്വാല നടത്തി. AICC സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള അസാധാരണമായ നടപടിയായിരുന്നു പോലീസിന്റെ ഭാഗത്തുണ്ടായത്. അന്വേഷണത്തിന് നാൾവഴികളിലെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കവചമൊരുക്കുകയായിരുന്നു പോലീസ് ആത്യന്തം ചെയ്തത്. ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. പെൺകുട്ടിയുടെ കുടുംബത്തിന് സുരക്ഷ ഉറപ്പാക്കണം. 6 വയസ്സുകാരിക്ക് നീതിയും. ഇതാണ് പൊതുസമൂഹത്തിന്റെ ആകെ ആവശ്യം. വിഷ്ണു സുരേഷ് 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. വണ്ടിപ്പെരിയാറിലെ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെയുണ്ടായ ആക്രമണം അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്, വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കുടുംബത്തിന് സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിന് വലിയ വീഴ്ച പറ്റി എന്നുള്ള ആരോപണവും ശക്തമായി നിലനിൽക്കുന്നു. കോൺഗ്രസ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്കൊക്കെ കടക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നലെയും ഇന്നും കോൺഗ്രസിൻ്റെ പ്രതിഷേധം തുടർന്നു. ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണ്? പോലീസിന് ഈ വിഷയത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ? സുരക്ഷയൊരുക്കുന്നതിൽ വീഴ്ച പറ്റിയോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെച്ചത്. പൊതുജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണാം. തീർച്ചയായിട്ടും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നലെ കൊച്ചച്ഛനൊക്കെ ആണെങ്കിലും ഇത്രയും വിഷയങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ കത്തിക്കുത്ത് കേസ് വീണ്ടും ഇതുപോലുള്ള അവരുടെ കുടുംബത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് പോലീസിന്റെ വീഴ്ച തന്നെയാണ്. ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചു. ആ കുട്ടി സംഭവിച്ച കുട്ടിൻ്റെ അച്ഛൻ എന്നെ കുത്തേൽക്കാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയല്ലേ? ആണോ? അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത് കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് പറയുമ്പോൾ ഇവിടെ പൊതു ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള സുരക്ഷിത ഒരുക്കുന്നില്ല, സുരക്ഷയില്ല. അതല്ല ഇതിന് തെളിഞ്ഞ് മനസ്സിലാവുന്നത്. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവർ ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ എഴുതി കോടതിയിൽ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവനെ വെറുതെ വിട്ടത്. അത് നീതിക്ക് യോജിക്കുന്നതല്ല. ഇത്രയധികം വേദന കടിച്ചു തിന്നുന്ന ഒരു കുടുംബത്തെ ആക്രമിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും പരാജയം തന്നെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. കുട്ടിയെ കൊല്ലപ്പെട്ടു. ആ കുടുംബത്തിന് ഒരു സുരക്ഷ കൊടുക്കുന്ന പോലീസുകാരാണ് ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു വീഴ്ച വരുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആക്ഷേപമുണ്ട്. ഞങ്ങൾ ഈ സമരം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാനല്ല. ഞങ്ങൾ അവനെ അകത്താക്കുന്നവരെ അവന് വേണ്ട ശിക്ഷ കിട്ടണം. പോലീസിന് പരാജയം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ നിയമവ്യവസ്ഥകളൊന്നും പോരാ. കാരണം ഇത് പോരാ. എന്താ കാരണം? അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണോ?
എന്നാലേ ഉള്ളൂ ഇവർ പഠിക്കുള്ളൂ. അല്ലെങ്കിൽ ഇനി ഈ നാട്ടിൽ ഇതല്ല കുട്ടിച്ചോറാവും, ഇതിലും വലുത് നടക്കും. യാതൊരു സംഭവമില്ല. ആ കുടുംബത്തിന് വേണ്ട സംരക്ഷണം പോലീസിന്റെ അടുത്ത് ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ കുടുംബത്തിന് നീതി കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുക. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.